لبيك اللهم لبيك لبيك لا شريك لك لبيك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ദുൽഹിജ്ജ 10 അഥവാ ഹജ്ജിൻ്റെ 3-ാം ദിവസം എന്തൊക്കെയാണ് ഹാജിമാർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലിപ്പിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ദലിഫയിൽ വെച്ച് ഫജ്ർ നമസ്കാരം നിർവഹിക്കുക. ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്തും നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രകളിലും ഒഴിവാക്കാത്ത നമസ്കാരമായിരുന്നു ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അങ്ങനെ ഫജ്ർ നമസ്കാരം നിർവഹിച്ച് ദിക്റുകളും ദുആകളുമൊക്കെയായി കഴിഞ്ഞുകൂടി സൂര്യോദയത്തിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് പോകണം. മുസ്ദലിഫയിൽ നിന്നോ പോകുന്ന വഴിയിൽ നിന്നോ മിനയിൽ നിന്നോ 7 കല്ല് പെറുക്കുക. ഏറ്റവും ചെറിയ കല്ലാണ് പെറുക്കേണ്ടത്. കല്ലുകൾ കഴുകേണ്ട ആവശ്യമില്ല. ഏറ് നടത്തുന്ന സമയം വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുക. ഓരോ കല്ലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. ജംറയുടെ തടത്തിൽ കല്ല് വീണു എന്ന് ഉറപ്പുവരുത്തണം. ജംറത്തുൽ അഖബയിലുള്ള ഏറോടുകൂടെ തൽബിയത്ത് ചൊല്ലൽ അവസാനിപ്പിക്കുക. ശേഷം നടത്തേണ്ടത് അറവാണ്. നമ്മൾ ഏൽപ്പിച്ച ആളുകൾ അത് നിർവഹിച്ചുകൊള്ളും. പിന്നെ മുടി കളയുക. വടിക്കൽ ആണ് ഏറ്റവും ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അഥവാ മുടി വടിച്ച ആളുകൾക്ക് വേണ്ടി 3 പ്രാവശ്യം കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി ഹദീസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇത് കഴിയുന്നതോടെ അഥവാ ഏറും മുടി കളയലും കഴിയുന്നതോടെ ഹാജിമാരുടെ 1-ാം തഹല്ലുലായി. അഥവാ അവർക്ക് തലമറക്കാവുന്നതാണ്. സ്ത്രീകളാണെങ്കിൽ മുഖം മൂടാവുന്നതാണ്. കയ്യുറ ധരിക്കാവുന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ഹലാലായി, ഭാര്യ ഭർത്തൃബന്ധമൊഴിച്ച്. അത് 2-ാം തഹല്ലുലിലാണ് അനുവദനീയമാവുക. ഇനി തവാഫുൽ ഇഫാദ അഥവാ ഹജ്ജിൻ്റെ തവാഫ് നിർവഹിക്കുവാൻ വേണ്ടി ഹാജിമാർ മക്കയിലേക്ക് പോകണം. തവാഫുൽ ഇഫാദക്ക് ഇൽത്തിബാ അഥവാ വലത് തോള് പുരുഷന്മാർ വെളിവാക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കൽ, അതുപോലെ റമൽ പുരുഷന്മാർ ആദ്യത്തെ 3 റൗണ്ട് കുറ്റൽ സ്പീഡിൽ ചെയ്യൽ, ഇതൊന്നും തവാഫുൽ ഇഫാദക്കില്ല. തവാഫുൽ ഇഫാദ കഴിഞ്ഞ് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ശേഷം സംസം നന്നായി കുടിച്ച് സഫയിലേക്ക് പോവുക. എന്നിട്ട് സഅയ് നിർവഹിക്കുക. എന്നാൽ ഖിറാൻ, ഇഫ്രാദ് എന്നീ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നവർ അവർ തവാഫുൽ ഖുദൂമിൻ്റെ കൂടെ സഅയ് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ആ സഅയ് മതിയാവുന്നതാണ്. ഈ തവാഫുൽ ഇഫാദയുടെ കൂടെ സഅയ് ചെയ്യേണ്ടതില്ല. തവാഫും സഅയും കഴിയുന്നതോടെ ഹാജിമാർ പരിപൂർണമായ തഹല്ലുലിലായി. അഥവാ ഭാര്യ ഭർത്തൃ ബന്ധമടക്കമുള്ള എല്ലാതും അവർക്ക് അനുവദനീയമായി എന്നർത്ഥം. തവാഫും സഅയും നിർവഹിച്ചതിന് ശേഷം മിനയിലേക്ക് മടങ്ങി അവിടെ രാപ്പാർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.